നമ്മൾ എക്സസോറിന്റെ പാർട്ട് 2 വീഡിയോ കേട്ടോ. വണ്ടിന്ന് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വണ്ടി ഫുൾ ചെക്ക് ചെയ്യട്ടോ. ബോഡി വർക്കും പെയിന്റിംഗ് കഴിഞ്ഞ് നമ്മൾ വണ്ടിന്ന് റോട്ടുമൊക്കെ ഇറങ്ങിയോ. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചോ. അങ്ങനെ ലാസ്റ്റ് നമ്മളെ വണ്ടിന്റെ പോളിഷിംഗ് നടന്നുകൊണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി നേരെ വാഷിങ്ങിന് വാഷിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നേരെ ആക്സറൈസ് കേട്ടോ. നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സ്പീക്കേഴ്സ് നമ്മളിപ്പോഴുള്ള സീറ്റ് കവറിന്റെ അവസ്ഥ ഇതാണ്. ഇതിൽ ചേഞ്ച് ചെയ്യാൻ പോകണം. പുറമെ വരുന്ന റിഫ്ലക്ടർ മാറ്റിക്കാൻ നമ്മൾ LED ഒക്കെ പോട്ടോ. ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുതിയ IND നമ്പർ പ്ലേറ്റ് അടിച്ചുകൊണ്ടോ. പിന്നെ ബമ്പർ ലിപ്പ് വാങ്ങിക്കണോ. 4 സ്പീക്കറിന് സബിന് നമ്മൾ ആംപ് ഇൻസ്റ്റാൾ ചെയ്തോ കേട്ടോ. നമ്മൾ ആംപിന്റെ വയറിംഗ് നടന്നുകൊണ്ട് കേട്ടോ. സീറ്റ് ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തോ. ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം നമ്മൾ വണ്ടിയിൽ നിന്ന് വലിച്ചു പറിച്ചിട്ടോ. സീറ്റ് കവറിന് സ്റ്റിച്ചിങ്ങും പരിപാടി കഴിഞ്ഞു. ഇനി ഫിറ്റിംഗ് മാത്രമേ ഉള്ളൂ. മറ്റേ ക്രോം എടുത്താണ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തോ കേട്ടോ. നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിക്കണോ. പിന്നെ നമ്മൾ ആന്റി ഗ്ലെയറിംഗിന്റെ കൂളിംഗ് ഇൻസ്റ്റാൾ ചെയ്തോ കേട്ടോ. 3 കളർ വരുന്ന ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ബമ്പർ ലിപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ വണ്ടിന്റെ ഫൈനൽ ലുക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. 2 ഭാഗത്തേക്ക് വരെയാണെങ്കിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ക്ലോസി ബ്ലാക്ക് ആക്കി. റിഫ്ലക്ടർ മാറ്റിക്കാൻ നമ്മൾ LED ആക്കിക്കണോ. നമ്മൾ ക്ലോസി ബ്ലാക്ക് കൺവേർട്ട് ചെയ്തോ. ഫോഗ് ലാമ്പ് 3 കളർ വരുന്ന നമ്മൾ ആഡ് ചെയ്തോ. ഇന്റീരിയറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലൈറ്റ് കവേഴ്സ്, സീറ്റ് ബെൽറ്റ്, സ്റ്റിച്ചിങ്, ആൻഡ്രോയിഡ് സ്ക്രീൻ, മ്യൂസിക് സിസ്റ്റം മൊത്തത്തിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തോ. ഓക്കെ ബൈ.